രാവിലെ മുതൽ നടക്കുന്ന കോൺക്ലേവ് എന്തുകൊണ്ടും വിലമതിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ കാണുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ അവരുമായി ഇന്ററാക്ട് ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അത് ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ പുറത്ത് പോകുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. പക്ഷേ അവർക്കതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. ആ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റ് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ സംവിധാനം നമ്മുടെ രാജ്യത്തെ നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അന്ന് അതിനെ എതിർത്തു എന്ന് പറയുന്നത് രാഷ്ട്രീയമായിരുന്നു. അത്തരത്തിലേക്ക് പോകാതെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോകാതെ അതിനൊരു പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തുടർന്നുള്ള നാളുകളിലും നമുക്ക് മുമ്പോട്ട് പോകും. അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇത് കാണേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് UDF അധികാരത്തിൽ വരും. അപ്പൊ UDF അധികാരത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകും. ആ കാഴ്ചപ്പാട് ഏത് തരത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങളുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ആ രൂപരേഖ തയ്യാറാക്കി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിലും നമ്മുടെ രാജ്യത്ത് വലിയ വലിയ നേട്ടങ്ങൾ ഏത് തരത്തിൽ കൈവരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ നിശ്ചയമായും നമുക്ക് നിറവേറ്റുവാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മൾ മറ്റ് ഒരു കാര്യം കൂടി ചിന്തിച്ചു. അതായത് ആരോഗ്യ രംഗത്തെ ഇന്നത്തെ തകർച്ചയെക്കുറിച്ചും മറ്റും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. അതിനെല്ലാം ഒരു പരിഹാര മാർഗങ്ങൾ എന്നുള്ള നിലയിലാണ് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാനുള്ള തീരുമാനം UDF എടുത്തിട്ടുള്ളത്. അതിന് എല്ലാവരുടെയും സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.